സാവുവേ താണ്ട ഇപ്പൊ കണ്ടില്ലേ മീനെല്ലാം നാണ്ട നല്ല പുതിയ വെള്ളം വന്നപ്പോ ഉണ്ട് മഴ പെയ്ത് നല്ല കുശാലമായിട്ട് നടക്കുന്നത് താണ്ട ആപ്പി അതുകൊണ്ട് കണ്ടില്ലേ താണ്ട എല്ലാം നല്ല വെള്ളം കുടിച്ച് നല്ല ഉഷാറായിട്ട് പൊങ്ങി നടക്കുന്നത് എന്ത് രസമുണ്ട് ഇപ്പൊ അല്ലേ കണ്ടോ അവർക്ക് ജീവശാന്തി കിട്ടിയെന്നുള്ള ചൂട് മാറിയത് കൊണ്ട് പുതുവെള്ളം ആയതുകൊണ്ടാ നല്ല ചൂട് നമുക്ക് ഇതുങ്ങളെ കാണുന്നതിന് ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടല്ലേ ഇവരെ കൂടുതൽ പിടിച്ച് നമ്മൾ വെളിയിൽ കൊടുക്കാത്തതല്ലേ ഇവരിങ്ങനെ വളരട്ടെന്ന സ്വാതന്ത്ര്യമായിട്ട് ഞാൻ TK മോഹൻ ആർമിയിൽ സർവീസ് ആയിരുന്നു വിരമിച്ച ശേഷം നാട്ടിൽ വന്ന് കുറച്ച് പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചുമ്മാതിരിക്കണ്ടെന്ന് കണക്കാക്കി മത്സ്യകൃഷിയിലേക്ക് അത് ഉൾപ്പെടുത്തി അങ്ങനെ 2017 ഡിസംബറിലാണ് ഈ ഫാം ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ മത്സ്യകൃഷി മുന്നോട്ട് പോകുന്ന ഫിഷറീസുമായിട്ട് ജോയിൻ്റ് ആയതോടുകൂടി ഫിഷറീസിൽ കിട്ടുന്ന മത്സ്യങ്ങളെ ഞാൻ ഇതിനകത്ത് നിക്ഷേപിക്കുകയും ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് 3 മാസം ആച്ചറിയിലിട്ട് അതിന് പ്രോട്ടീൻ തീറ്റ കൊടുത്ത് നല്ലപോലെ ഹെൽത്ത് ആക്കിയതിൽ പിന്നെ ഈ ഫാമിലേക്ക് നിക്ഷേപിക്കുകയും ഫാമിൽ അത് വളർന്ന് വലുതാവുകയും അങ്ങനെ 2017 ഡിസംബർ മുതൽ ഈ സംരംഭം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൽ കൂടി ഞാൻ 365 ദിവസവും എൻ്റെ മത്സ്യ വിപണി ഇങ്ങനെ വിൽപ്പനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാർ വരുന്ന നാട്ടുകാർക്ക് വേണ്ടിയായിട്ട് ഈ മത്സ്യത്തിനെ ഞാൻ പിടിക്കുകയും ഇതിൽ വലിയ മത്സ്യങ്ങളെ വിൽക്കുകയും ചെറുത് അതോടുകൂടി തന്നെ ഫാമിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. ഇതിനകത്തെന്ന് പറയുന്ന പക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ മേളിൽ മൊത്തം നെറ്റുകൾ ബന്തോസുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡുകളിൽ ഇഴജന്തുക്കളും മറ്റ് ജന്തുക്കളും ഒന്നും ഇറങ്ങാതിരിക്കാൻ 4 വശവും ഇതിൻ്റെ നെറ്റ് കൊണ്ട് ബണ്ടുകൾ നിർമ്മിച്ച് അത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ 4 വശവും. പിന്നെ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. എങ്കാപ്പൗണ്ട് തെങ്ങുകളും 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളും 2.5 വർഷം 3 വർഷത്തിനും ആദായം കിട്ടുന്ന തെങ്ങുകളുമാണ് ഇവിടെ ഞാൻ നട്ടു വളർത്തിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ പേരകളുണ്ട്, നിങ്ങളുടെ നല്ല കാണാവുന്ന നല്ല നല്ല ചുമല പേരക്ക കിട്ടുന്ന പേരകളും അങ്ങനെ പല പല ഫലവൃക്ഷങ്ങളും ഇതിനോട് ചേർന്ന് ഇതാണ്ട് 1.5 ഏക്കറിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഫാമിൽ വളർത്തുന്ന മത്സ്യങ്ങളെന്ന് പറയുന്നത് സിലോപ്പിയ, രേഹു, കട്ടല, ഗ്ലാസ് കാർപ്പ്, ചിത്രലാട ഇങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളാണ് ഈ കുളത്തിൽ വളരുന്നത്. മത്സ്യകൃഷിയിൽ എന്ന് പറയുമ്പം ഇതിൻ്റെ pH കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. pH 7നും 8നും ഇടയ്ക്ക് നിർത്തിയാൽ ഒരു മത്സ്യത്തിനും നഷ്ടം വരുത്തില്ല. അതല്ല pH കൂടിപ്പോയാൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കക്കാപ്പൊടി ചെതറാവുന്നതാണ്. അങ്ങനെ ഇതിനെ pH ഇത് വന്നിട്ട് നാച്ചുറൽ കുളമാണ്. ഒരുപാട് വലിപ്പമുള്ളതും 1.5 ആൽപ്രിയം താഴ്ചയുള്ളതും ആണ് ഈ കുളം. 365 ദിവസവും ഞാൻ ഇതിൽ നിന്ന് മീൻ പിടിക്കുന്നുമുണ്ട്, സെയിൽ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വളർന്നു വരുന്നതനുസരിച്ച് പിടിക്കുകയും പിന്നെ കുഞ്ഞുങ്ങളെ ഫിഷറീസിൽ നിന്ന് വരുന്നതനുസരിച്ച് നിക്ഷേപിക്കുകയും ചെയ്യും. തീറ്റ വന്നിട്ട് ഗ്രോവൽ മാത്രം ആണ് ഞാൻ ഈ തീറ്റയായി കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഹോട്ടൽ ഫുഡോ മറ്റന്നസസറി തീറ്റകളോ ഒന്നും തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഈ കുളം ഉൽപ്പാദിച്ച നാൾ മുതൽ ഗ്രോവലിൻ്റെ തീറ്റയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതിൽ നിന്ന് വിജയം വന്നിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരു തീറ്റകളും ഞാൻ ഈ ഫാമിലേക്ക് ഉപയോഗിക്കുന്നില്ല. രാവിലെ ഒരു 7-7:30 തീറ്റ കൊടുക്കും. വൈകിട്ട് 5-5:30 ആണ് തീറ്റ കൊടുക്കുന്ന 2 ടൈമുകൾ. ഈ 2 ടൈമിൽ കൃത്യമായി തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ തീറ്റ കൊടുക്കാൻ വരുന്ന അവസരങ്ങളിൽ മത്സ്യങ്ങളെല്ലാം ഇതിൻ്റെ ബണ്ടിനോട് ചേർന്ന് വരികയും എല്ലാം അതിൻ്റെ തീറ്റകൾ തിന്നിട്ട് അത് പൂട്ട് തന്നെ എല്ലാം തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് ഒരു ശീലം വെച്ചേക്കുന്നതുകൊണ്ട് ആ റൈറ്റ് ടൈമിൽ നമ്മൾ തീറ്റ കൊടുത്തിരിക്കണം. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നാച്ചുറൽ കുളമായതുകൊണ്ട് ചെളിയുടെ അംശങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം സപ്പോസ് തീറ്റ കൊടുത്തില്ലെങ്കിലും അതിന് ഇതിനകത്തുനിന്ന് കഴിക്കാനുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഈ ചെളി അംശങ്ങളും പിന്നെ പുല്ലുകളൊക്കെ വളർന്നു വരുമ്പോൾ ആ പുല്ലിൻ്റെ അംശങ്ങളൊക്കെ അങ്ങനെ കാണും. അതൊക്കെ കഴിച്ചും അത് ജീവിക്കുന്നതാണ്. ഈ നെറ്റുകളിലൊക്കെ ഒരുമാതിരി പച്ചപ്പായലുമാതിരി പിടിച്ചിരുന്നാലും അതിന് ഈ മീനിൻ്റെയൊക്കെ ആഹാരങ്ങളാണ്. എന്നാലും മെയിൻ ആഹാരം ഗ്രോവലാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ എൻ്റെ അടുക്ക ഈ കുളത്തിൽ എന്ന് പറയുന്നത് 2 കിലോ 800 ഗ്രാം വരെയുള്ള ഗിഫ്റ്റ് സിലോപ്പിയായും രേഹു, കാർപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്.
അതുമുതൽ താഴോട്ട് 1 കിലോ 1.5 കിലോ പല വെയിറ്റുകളായിട്ട്, കാരണം പല പ്രാവശ്യമായിട്ട് നിക്ഷേപിക്കുന്നതിന് മിനിമം ഇതിൻ്റെ വളർച്ച ടൈം എന്ന് പറയുന്നത് ഫിഷറീസിൻ്റെ റൂൾ അനുസരിച്ച് അതിൻ്റെ ഹാർവെസ്റ്റിങ് വന്നിട്ട് മിനിമം 8 മാസമാണ്. ഒരു പ്രാവശ്യം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 8 മാസം കഴിഞ്ഞ് അതിൻ്റെ ഹാർവെസ്റ്റിങ് ചെയ്യാവുന്നതാണ് അവരുടെ നിയമം. പിന്നെ നമ്മൾ മീനെ ഇപ്പം കണ്ടിന്യൂ ഇതിനകത്ത് 3 മാസം 4 മാസം ഇരിക്കൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതുകൊണ്ട് ഒന്ന്. രണ്ടാമത് നമ്മൾ വിട്ട മീനിൽ നിന്നും കുഞ്ഞുങ്ങൾ ആകുന്നുണ്ട്, അത് മുട്ടയിട്ട് വിരിഞ്ഞ് അങ്ങനെ ഉൽപ്പാദനങ്ങൾ കൂടുതലാകുന്നുണ്ട്. അതിന് നമുക്കൊരു കണക്കില്ലാത്ത രീതിയിൽ കൂടെ അതിൻ്റെ ഉൽപ്പാദനം അങ്ങനെയും വളർന്നു വരുന്ന മീനുകളുണ്ട്. അതുകൊണ്ട് വലുതതിൻ്റെ അനുസരിച്ച് നമ്മൾ പിടിക്കുമ്പോൾ ഏറ്റവും വലുതിനെ മാത്രം എടുക്കും, ചെറുതിനെ നമ്മൾ. എന്നാലും നമുക്ക് മിനിമം 1 കിലോയ്ക്ക് അടുത്ത് അല്ലെ 2 1.5 കിലോ കിട്ടണമെന്നുള്ള അതിൽ ചെറുപ്പമുള്ള എല്ലാ മീനും നമ്മൾ റിട്ടേൺ കുളത്തിൽ തന്നെ വിടും. ഇവിടെ മീൻ വിൽക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ വന്ന് 5 കിലോ 10 കിലോ അങ്ങനെ മേടിക്കുന്ന ആളുകളാണ്. ഇവിടെ ഇവിടുത്തെ ഒരു മിനിമം റേറ്റ് ഉണ്ട്, ഒരു 250 200 ഇടയ്ക്കുള്ള വിലയായിരിക്കും ഏറ്റവും ഇവിടെ മീൻ ഇതുവരെ വിറ്റിട്ടുള്ളത്. 200 താഴെ ഇന്ന് വരെ പോയിട്ടില്ല, 250 മുകളിലും ഇന്ന് വരെ വിറ്റിട്ടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിലയ്ക്ക് ആ കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് മീൻ വിറ്റുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ എന്നെ ഫോണിൽ വിളിക്കും, ഉണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെ വന്നിട്ട് ഞാൻ സമയം കൊടുക്കും, വന്നാൽ ഇന്ന ടൈമിൽ വന്നാൽ കിട്ടും. അതല്ലെങ്കിൽ നേരത്തെ കൂട്ടിയ ആളുകൾ പറയും മീൻ പിടിക്കുമ്പോൾ ഞങ്ങളോടൊന്ന് പറയണം. ഞാൻ ബൈ ചാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പിടിച്ചാൽ കസ്റ്റമറോട് നേരെ ഫോണിൽ വിളിച്ച് പറയും വാ മീൻ തരാവുന്ന. അങ്ങനെ ആണ് ഇവിടുത്തെ മീൻ്റെ വിൽപ്പന നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സാബു. ഇത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ സ്ഥലത്തില്ലാത്ത ടൈമിൽ ഈ ഫാം നോക്കി നടത്തുന്നതും ഇതിൻ്റെ സമയത്തിന് തീറ്റ കൊടുക്കുന്നതും അദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ്. ഇവരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. രാത്രി കാലങ്ങളിലും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിനെപ്പറ്റി എന്താണെന്നുള്ളത് പുള്ളി തന്നെ പറഞ്ഞു തരും. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ കഴിവതും ഞാനാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഇവിടെ രാവിലെ തീറ്റ ഇടാനായിട്ട് ഇദ്ദേഹം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീറ്റ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതിൻ്റെ സുരക്ഷയാണ്. സുരക്ഷ എന്ന് പറയുമ്പോൾ പക്ഷികളും മറ്റു മൃഗങ്ങളും ഒക്കെ സൈഡിൽ നിന്നൊക്കെ കടന്ന് വരാറുണ്ട്. എങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെല്ലാം നമ്മൾ സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാത്രി കാലങ്ങളിലാണെങ്കിൽ ഹൈമാസ് ലൈറ്റ് 2-3 ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ വെളിച്ചം എത്തും. അതുകൊണ്ട് ഒരു ചെറിയ ജീവി ഇവിടെ ഇറങ്ങിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റും. കഴുനായ അങ്ങനെയുള്ള മത്സ്യങ്ങളെ പിടികൂടുന്ന മറ്റ് ജീവികൾ അവയുടെ ഉപദ്രവമില്ലാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹാച്ചറി. ഇത് മത്സ്യക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കാനുള്ളൊരു സംവിധാനമാണ്. ഈ കൂട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ട് അതിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഒരു 3 മാസക്കാലം ഇതിൽ സംരക്ഷിക്കും. 0.6 mm തീറ്റ കൊടുത്താണ് ഇതിനെ പോഷകസമൃദ്ധമായ ആഹാരം കൊടുത്ത് കാര്യപ്രാപ്തിയോടുകൂടി ആരോഗ്യത്തോടു കൂടിയുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിനെ തുറന്നു വിടുന്നത്. അപ്പോൾ ഇത് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ്. സാധാരണ ഓപ്പണായിട്ട് വെള്ളത്തിൽ ഇറക്കി വിടാതെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പ്രായം എത്തുന്നവരെയുള്ള സംരക്ഷണമാണ് ഇതുമൂലം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ബോട്ട് നമുക്ക് വളരെ ഉപയോഗമുള്ള സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അപകടകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വല കുരുങ്ങിയോ അല്ലെങ്കിൽ വലയ്ക്ക് കേടുപാടൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ പോയിട്ടാണ് ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നതും മെയിൻ്റെനൻസ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പക്ഷികളോ മറ്റു ജീവികളോ ഒക്കെ ഇതിൽ കുരുങ്ങി വീഴുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ മീനൊക്കെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കയറി കുരുങ്ങി അതിന് ജീവന് ഭീഷണിയായി തീരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അതിനെ പോയി രക്ഷിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചാടി കയറി പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.